പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, വിളക്ക് എന്ന സുവിശേഷ വിചിന്തന പങ്ക്തിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ശ്ലീഹ കാലത്തിൻ്റെ അവസാനത്തെ ആഴ്ചയിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുന്നു. 7ാമത്തെ ആഴ്ച. ശിഷ്യന്മാരുടെ പിൻഗാമികൾ എന്ന നിലയിൽ ഈശോയുടെ ആത്മീയ മക്കൾ സുവിശേഷ പ്രഘോഷണ ദൗത്യം പ്രത്യേകമായി സ്വീകരിച്ചവർ എന്ന പശ്ചാത്തലത്തിൽ നമുക്കും സുവിശേഷ പ്രഘോഷണത്തിനുള്ള ദൗത്യം നമ്മളെ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്ന ശ്ലീഹ കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ 7ാം ആഴ്ചയിൽ ഈ സുവിശേഷ പ്രഘോഷണ ദൗത്യത്തിന് ശക്തിയായി നിൽക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് ഇന്നത്തെ തിരുവചന വായനകളെല്ലാം നമ്മളോട് പറയുന്നത്. ശിഷ്യന്മാരായിരുന്നവർ റൂഹായെ സ്വീകരിച്ചപ്പോൾ ശ്ലീഹ ആയി മാറി എന്ന് തിരുവചനം നമ്മളോട് പറയുന്നു. മാമോദീസായിലൂടെ നമ്മളും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ഈശോയുടെ ശിഷ്യരായതുകൊണ്ട് ശ്ലീഹായുടെ അയക്കപ്പെട്ടവൻ്റെ സവിശേഷമായ ദൗത്യമാണ് ഓരോ നിമിഷവും നമുക്ക് ഈ ഭൂമിയിൽ ചെയ്യാനുള്ളത്. ഈശോയെ പ്രഘോഷിക്കുക എന്ന ആ ദൗത്യത്തിന് പരിശുദ്ധാത്മാവിനെ എങ്ങനെ നമ്മൾ ശക്തിയായി കൂടെ കൂട്ടണമെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറയുന്നു. പരിശുദ്ധാത്മാവ് തിരുവചനത്തിൻ്റെ ആദ്യം മുതൽ നമുക്ക് പരിചിതമാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ പിതാവ് വചനം ഉപയോഗിച്ച് എല്ലാം സൃഷ്ടിക്കുന്ന സമയത്ത് വെള്ളത്തിന് മുകളിൽ ചലിച്ചിരുന്ന ശക്തിയായി പരിശുദ്ധാത്മാവിനെ കാണുന്നത് മുതൽ പിന്നീട് പ്രവാചകന്മാരിലൂടെ, രാജാക്കന്മാരിലൂടെ, വിശുദ്ധ പുസ്തകങ്ങളിലൂടെ എല്ലാം കടന്നു വരുമ്പോൾ നിരന്തരമായ സാന്നിധ്യം പരിശുദ്ധാത്മാവിൻ്റേത് നമ്മൾ കണ്ടുമുട്ടുന്നു. സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്ന ആ വലിയ ശക്തി ഇപ്പോഴും പ്രവർത്തനനിരതമായി ദൈവ വചന പ്രഘോഷണത്തിന് എല്ലാവരെയും ശക്തരാക്കുന്നുവെന്ന് നമുക്കറിയുകയും ചെയ്യാം. ഈ ലോകത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഈശോ 3 അതിപ്രധാന സമ്മാനങ്ങളാണ് നമുക്ക് തന്നത്. ഒന്നാമത് വിശുദ്ധ കുർബാന. ഈശോയുടെ നിരന്തര സാന്നിധ്യം നമുക്ക് തരുന്നത് ഒരു പ്രധാന മാർഗമായി വിശുദ്ധ കുർബാനയിലൂടെയാണല്ലോ. രണ്ടാമതൊരു വലിയ സമ്മാനം പരിശുദ്ധാത്മാവായിരുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോയാലും നിങ്ങൾ അനാഥരാവുകയില്ല, നിങ്ങൾക്ക് എന്നേക്കും ശക്തിയായി പരിശുദ്ധാത്മാവ് ഉണ്ടാവും എന്ന് പറഞ്ഞു. മൂന്നാമത്തെ വലിയ സമ്മാനം പരിശുദ്ധ അമ്മയായിരുന്നു. കാൽവരി കുരിശിൻ്റെ ചുവട്ടിൽ വെച്ച് യോഹന്നാന് ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞേൽപ്പിച്ചപ്പോൾ മനുഷ്യകുലം മുഴുവനും മാതാവായി പരിശുദ്ധ അമ്മയെ കിട്ടി. ഈ 3 സമ്മാനങ്ങളും വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. അതിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ ശ്ലീഹാകാല അവസാന ഞായർ പ്രത്യേകമായി നമ്മളോട് പറയുന്നത്. പരിശുദ്ധാത്മാവിന് നിരവധി പേരുകളുണ്ട്. അഭിഭാഷകൻ, സഹായകൻ, ശക്തി തരുന്നവൻ, പഠിപ്പിക്കുന്നവൻ, ഓർമ്മിപ്പിക്കുന്നവൻ. എങ്കിലും ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള 1-2 പ്രധാന കാര്യങ്ങളാണ് നമുക്കിന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാനായി ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഇവിടെ ഈശോ നൽകുന്ന ഒരു പ്രധാന സൂചന ഇതാണ്: എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ ഒരാളെ ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഈശോ പറയുന്നു, നിങ്ങളെ അനാഥരായി, ആരുമില്ലാത്തവരായി വിട്ടിട്ട് പോവുകയില്ല. എന്നേക്കും കൂടെ ആയിരിക്കാനായി നമുക്ക് കിട്ടിയിരിക്കുന്ന വ്യക്തിയുടെ പേരാണ് പരിശുദ്ധാത്മാവ്. വാർത്താമാധ്യമങ്ങളിലൊക്കെ നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്, പാതി വഴിക്ക് ജീവിതം അവസാനിപ്പിക്കുന്നവർ ഒരുപക്ഷെ അവരുടെ അവസാന കുറിപ്പുകളിലൊക്കെ എഴുതി വെക്കുന്നത്, എനിക്ക് ഈ ലോകത്തിൽ ആരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല, എൻ്റെ കൂടെ നിൽക്കാൻ ആരുമില്ല, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല, അതുകൊണ്ട് ഞാൻ ജീവിതം അവസാനിപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് പലരും അങ്ങനെ കടുംകൈകൾ ചെയ്യാറുണ്ട്. ബത്സയിദ കുളക്കരയിൽ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കാണുന്ന ഒരു കാര്യമാണ്. 38 വർഷമായി തളർവാദം ബാധിച്ച് ബത്സയിദ കുളക്കരയിൽ വെള്ളം ഇളകുന്നതും കാത്ത് കിടക്കുന്ന മനുഷ്യനോട് സുഖപ്പെടാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന് ഈശോ ചോദിക്കുമ്പോൾ അവൻ സുഖപ്പെടാൻ ആഗ്രഹമുണ്ടെന്നോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നുമല്ല അവൻ പറയുന്നത് അവൻ്റെ കൂടെ ആരുമില്ല എന്നൊരു ദുഃഖമാണ്. അവൻ പറയുന്നു, വെള്ളം ഇളകുമ്പോൾ എന്നെ കുളത്തിലിറക്കാൻ എനിക്കാരുമില്ല. എല്ലാ മനുഷ്യനും കൂടെ ആരെങ്കിലും ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്, അവരുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. നീഷ എന്ന നാസ്തികൻ
ദൈവമില്ല എന്ന് വാദിച്ച് ജീവിതകാലം മുഴുവൻ നടന്നയാൾ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ ഇങ്ങനെ പരിതപിച്ചു എന്നാണ് പറയുന്നത്. മനുഷ്യനൊരു സ്നേഹിതൻ ആവശ്യമാണ്. ഒന്നുകിൽ ദൈവം, അല്ലെങ്കിൽ മനുഷ്യൻ. നിർഭാഗ്യവശാൽ എനിക്കിത് രണ്ടും ഇല്ലാതെ പോയി എന്ന് പറഞ്ഞ് അദ്ദേഹം നിരാശയോടെ ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയി എന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം പറയുന്നത്. സ്നേഹമുള്ളവരെ, ആരും കൂടെയില്ല, എൻ്റെ ഒപ്പം ആരുമില്ല എന്ന് കരുതുന്നവർക്കും സങ്കടപ്പെടുന്നവർക്കും ഈശോ പറയുന്നു, നിങ്ങൾ ആരും അനാഥരല്ല. നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യമുണ്ട്, ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. മനുഷ്യൻ എന്തിനാണ് ദൈവത്തെ കൂട്ടുപിടിക്കുന്നത് എന്നതിൻ്റെ ഉത്തരം കൂടിയാണിത്. ആരും ഇല്ലാതാകുന്ന അവസരങ്ങൾ ജീവിതത്തിൽ എല്ലാവർക്കും കടന്നു വന്നേക്കാം. മനുഷ്യർക്ക് സഹായിക്കാൻ ഒരു പരിധിയിൽ നിന്നുകൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. പരീക്ഷ എഴുതുന്ന ഒരു കുട്ടിയെക്കുറിച്ച് ചിന്തിക്കുക. അവൻ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ അധ്യാപകർ സഹായിക്കുന്നുണ്ട്, മാതാപിതാക്കളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, കൂട്ടുകാരവനെ പ്രചോദിപ്പിക്കുന്നുണ്ട്. പക്ഷെ പരീക്ഷാ ഹാളിലേക്ക് അവൻ തനിച്ചാണ് കയറുന്നത്. ആരും, ഈ പറയുന്ന ആർക്കും മനസ്സുണ്ടെങ്കിൽ പോലും സഹായിക്കാൻ സാധ്യതയില്ല. പരീക്ഷാ ഹാളിൽ ചോദ്യത്തെ നേരിടുന്നത് അവൻ ഒറ്റയ്ക്കാണ്. പക്ഷെ അവൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ, ആ ആത്മാവ് പറയും, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്, നീ ഒറ്റയ്ക്കല്ല. ഈ പരീക്ഷ നന്നായി എഴുതാൻ നിന്നെ ഞാൻ സഹായിക്കും. പുറമേ നിന്ന് ആര് പറയുന്നതിനേക്കാളും വലിയ ഒരു പ്രചോദനമാണ്, ശക്തിയാണ് ഉള്ളിൽ നിന്ന് മുഴങ്ങിക്കേൾക്കുന്ന ദൈവത്തിൻ്റെ സ്വരം. ജീവിതത്തിൽ ദൈവം എന്തിനാണ് എന്നതിൻ്റെ ഉത്തരം ഇതാണ്. നമ്മൾ തനിച്ചാവുമ്പോൾ തനിച്ചായി എന്ന് നമുക്കൊരിക്കലും തോന്നില്ല. കാരണം എൻ്റെ കൂടെ ദൈവമുണ്ടല്ലോ, ദൈവം എന്നെ കാണുന്നല്ലോ, അറിയുന്നല്ലോ, സഹായിക്കുമല്ലോ എന്ന ചിന്തയിൽ ആശ്വസിക്കാനും ജീവിതത്തെ ശുഭാപ്തി വിശ്വാസത്തോടെ മുമ്പോട്ട് കൊണ്ടുപോകാനും പറ്റും. സ്നേഹമുള്ളവരെ, നമ്മൾ ഒറ്റയ്ക്കായി പോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. ആത്മാവേ, എൻ്റെ ഹൃദയത്തിൽ നീ ഉണ്ടായിരിക്കണമേ, ഹൃദയത്തിലിരുന്ന് എന്നോട് സംസാരിച്ച് എൻ്റെ കൂടെ നീ ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തണമേ, എനിക്ക് ശക്തിയാകണമേ. പരിശുദ്ധാത്മാവ് ഒന്നാമതായി നമുക്ക് സഹായമായി, നമുക്ക് എന്നേക്കും കൂടെ ആയിരിക്കാൻ ദൈവം തന്നയാളാണ്. രണ്ടാമത് ഈശോ പറയുന്നു, നിങ്ങൾക്ക് എന്നേക്കും സഹായിക്കുന്ന ഒരു ശക്തിയായിട്ട് പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുന്നു. സഹായകൻ എന്ന രീതിയിലാണ് പരിശുദ്ധാത്മാവിനെ ഈശോ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ജീവിതത്തിൻ്റെ ഭാരങ്ങൾ ഒത്തിരിയേറെ ചുമക്കാനുള്ളവരാണ് നമ്മളെല്ലാവരും. പലതരത്തിൽ കുടുംബ പ്രാരാബ്ധങ്ങൾ, സമൂഹത്തിൻ്റെ പ്രാരാബ്ധങ്ങൾ, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, ജോലി സ്ഥലങ്ങളിൽ ഒത്തിരിയേറെ ചുമടുകൾ ചുമക്കുന്നവരാണ് നമ്മളെല്ലാവരും. ആഗ്രഹിക്കുന്നത് ഒരു സഹായകൻ ഇതൊക്കെ ഒന്ന് പങ്കുവയ്ക്കാൻ, ഒന്ന് ഷെയർ ചെയ്യാൻ, ഈ ഭാരം കുറച്ച് ഏൽപ്പിക്കാൻ പറ്റിയ ഒരാൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്നാണ് എല്ലാവരും കരുതുന്നത്. അവിടെയാണ് ആശ്വാസമായി നമ്മളെ ശക്തിപ്പെടുത്തുന്ന, നമ്മൾ സ്വയം തളരുന്നു എന്ന് തോന്നുമ്പോൾ നമുക്കൊരു താങ്ങായി, നമ്മളെ ഒന്ന് ഉയർത്തി നിർത്തുന്ന ബലമായി, സഹായകനായി പരിശുദ്ധാത്മാവിനെ നമ്മൾ തിരിച്ചറിയുന്നു. മാനുഷിക ബലം കൊണ്ട് ചെയ്യാൻ കഴിയാത്ത പലതും ഈ ഉള്ളിലുള്ള ആത്മാവിൻ്റെ ബലം കൊണ്ട്, ആത്മീയ ശക്തി കൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ആത്മനിയന്ത്രണത്തിന് നമ്മളെ സഹായിക്കുന്നത് ഉള്ളിലുള്ള പരിശുദ്ധാത്മാവാണ്. നാവിൻ്റെ നിയന്ത്രണത്തിന് നമ്മളെ സഹായിക്കുന്നത് ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാണ്. ഇതിൻ്റെ ഒരു പ്രായോഗിക കാര്യമായി നമുക്ക് കാണാവുന്നത്, നമുക്ക് ഓരോ കാര്യത്തിനും സഹായമായി ദൈവം കൂടെ തന്നിരിക്കുന്ന സഹോദരങ്ങളുണ്ട്. ചിലപ്പോൾ ജീവിത പങ്കാളിയാവാം, മക്കളാവാം, സഹോദരങ്ങളാവാം, ഒരു സമൂഹത്തിൽ ഒരുമിച്ച് ജീവിക്കുമ്പോൾ കൂടെയുള്ള മറ്റുള്ളവരാവാം. ഇവരിൽ നിന്നൊക്കെ നമുക്ക് സഹായങ്ങൾ കിട്ടുന്നുണ്ട്, ആശ്വാസങ്ങൾ കിട്ടുന്നുണ്ട്. ഇവരെ പരിശുദ്ധാത്മാവിൻ്റെ നമ്മുടെ കൂടെയുള്ള സാന്നിധ്യമായിട്ട് കാണാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും നല്ല ഒരാത്മീയ ചിന്ത. നമ്മുടെ കൂടെയുള്ളവരെ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ നമ്മുടെ കൂടെയുള്ള സാന്നിധ്യമായി കണ്ട് സ്നേഹിക്കാനും ബഹുമാനിക്കാനും അവരെ ആദരിക്കാനും ആദരവോടെ നോക്കാനും നമുക്ക് പരിശ്രമിക്കാം. സുവിശേഷം തുടർന്ന് ഇന്ന് പറയുന്ന ഒരു കാര്യം, പരിശുദ്ധാത്മാവ് സവിശേഷമായി 2 കാര്യങ്ങളിൽ നമ്മളെ സഹായിക്കുന്നുവെന്നാണ്. 1, എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നു. 2, ഈശോ പറഞ്ഞിട്ടുള്ളത് ഓർമ്മിപ്പിക്കുന്നു. എനിക്ക് തോന്നുന്നു പഠിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം പരിശുദ്ധാത്മാവിനോട് ഏറെ പ്രാർത്ഥിക്കണം. കാരണം ഈ 2 കാര്യങ്ങളാണ് പഠനത്തിൽ നടക്കേണ്ടത്. 1, പഠിക്കാനുള്ള കഴിവ്, മനസ്സിലാക്കാനുള്ള കഴിവ്. ആത്മാവെ എൻ്റെ ബുദ്ധിയുടെ
ചിന്തയുടെ മണ്ഡലങ്ങൾ തുറന്നു തരണമേ, പഠിക്കുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ശക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കാം. രണ്ടാമത് വേണ്ടത് ഓർമ്മപ്പെടുത്തി തരുന്ന ഒരു കാര്യമാണ്. പരീക്ഷാ ഹാളിലിരിക്കുമ്പോൾ, ജീവിത പരീക്ഷകളെ നേരിടുമ്പോൾ പഠിച്ച നല്ല പാഠങ്ങൾ മറക്കാതെ ഓർത്തെടുക്കാനുള്ള അനുഗ്രഹം തരണമെന്ന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് പഠിപ്പിക്കുന്നത് പ്രധാനമായും ദൈവിക കാര്യങ്ങളാണ്. ലൗകിക കാര്യങ്ങളെക്കാൾ ദൈവിക കാര്യങ്ങൾ പഠിപ്പിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. തിരുവചനത്തിൽ ഈശോ പറഞ്ഞിരിക്കുന്ന മൂല്യങ്ങൾ, ദൈവകൽപ്പനകൾ, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ പഠിപ്പിച്ചു തരുന്നത് പരിശുദ്ധാത്മാവാണ്. വേണ്ട അവസരങ്ങളിൽ ഓർമ്മിപ്പിച്ചു തരുന്നതും പരിശുദ്ധാത്മാവ് തന്നെയാണ്. അതുകൊണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളെ എല്ലാവരെയും പരിശുദ്ധാത്മാവിൻ്റെ സവിശേഷമായ കടാക്ഷത്തിനും അനുഗ്രഹത്തിനും ഇന്നേ ദിവസം പരിശുദ്ധ ബലിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നന്നായി പഠിക്കാനും പഠിച്ചത് ഓർമ്മിച്ചെടുക്കാനും പരിശുദ്ധാത്മാവ് എല്ലാ വിദ്യാർത്ഥികളുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇതിനേക്കാൾ ഉപരി ദൈവിക കാര്യങ്ങൾ പഠിക്കാനും ദൈവിക സന്ദേശങ്ങൾ എപ്പോഴും മനസ്സിൽ ഓർമ്മിക്കാനുമുള്ള വലിയ അനുഗ്രഹം ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് എന്നേക്കും കൂടെയുള്ള, നമ്മളെ ഒരിക്കലും തനിച്ചാക്കാത്ത വലിയ ദൈവ സാന്നിധ്യമാണെന്ന് ഓർമ്മിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഒപ്പം കാണുന്ന നമ്മുടെ ചുറ്റുമുള്ള സഹോദരങ്ങളെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യങ്ങളാണെന്ന് കാണാനും ആ രീതിയിൽ അവരെ സ്നേഹത്തോടെ അവരോട് ഇടപഴകാനും പെരുമാറാനും സംസാരിക്കാനും നമുക്ക് സാധിക്കട്ടെ. പരിശുദ്ധാത്മാവ് എന്നേക്കും നമ്മുടെ കൂടെ ഇരുന്ന് ദൈവിക കാര്യങ്ങളെല്ലാം ഓർമ്മിപ്പിച്ചു തന്ന് നമ്മളെ വഴിതെറ്റാതെ ദൈവിക വഴിയിൽ നടത്തുന്ന, ഉള്ളിൽ നിന്ന് പ്രേരിപ്പിക്കുന്ന ശക്തിയായി എന്നും കൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ നിറച്ച്, ഈശോയെ നിറച്ച്, വാക്കുകൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ഈശോയെ പ്രസംഗിക്കാൻ നമുക്കിടയാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മളെ ഈ ദിവസം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.